ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ കൊണ്ടുള്ള തോരനാണ്. ഇവിടെ ഞാനൊരു 5 പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ ചിരവിയത്, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഇനി അതിനാവശ്യമായിട്ടുള്ള പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. കറി ആയി കഴിയുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഉണക്കമുളക്. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം ഇത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ അരി കഴുകുന്ന വെള്ളത്തിലോട്ടോ അരിഞ്ഞിട്ടാൽ മതി, കറ പോയി കിട്ടും. അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് തൊലി കളഞ്ഞ് 4ആയിട്ട് മുറിച്ച് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വാരിയെടുത്താൽ കറ പോയി കിട്ടും. അതുപോലെ നമുക്കിപ്പോൾ അത് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. നല്ലപോലെ നമ്മൾ അരിഞ്ഞെടുത്ത് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഈ ചെറുതായിട്ട് അരിയുമ്പോഴത്തേക്കും വേഗം ചില കാളാണ് പെട്ടെന്ന് വേഗം, ആവി കയറുമ്പം തന്നെ വേഗം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വേകുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങായും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുക. നല്ലപോലെ അരഞ്ഞു പോകരുത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അവസാനം നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഈ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഈ അരപ്പ് ചേർത്താലും നല്ലതാണ്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിന് മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുത്താൽ മതി. നമുക്ക് കായിട്ട് കൊടുക്കാം. നല്ലപോലെ അരപ്പും ഇതും കൂടെ കൂട്ടി ഒഴിപ്പിക്കുക. അപ്പോൾ പോരാത്ത എന്തെങ്കിലും ഉപ്പ് വല്ലതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെള്ളം പറ്റിച്ച് നല്ലപോലെ എടുക്കുവാണെങ്കിൽ കുറേ നേരം നമ്മുടെ ഈ പാനിൽ ഇടണ്ട. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മുടെ കാതോരൻ റെഡി ആയിട്ടുണ്ട്.